കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗത്തുമായിട്ട് നമ്മൾ കാണുന്ന ഭൂരിഭാഗം പവർഫുൾ ടെമ്പിൾസും സ്ഥാപിച്ചിരിക്കുന്നത് മലയുടെ മുകളിലായിരിക്കും. ഇത് റാൻഡമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. പല സമയത്തും പല കാരണങ്ങളുണ്ടാവും. വൺ ഓഫ് ദ മെയിൻ റീസൺ, ആ വിഗ്രഹം സ്ഥാപിച്ച യോഗി അല്ലെങ്കിൽ ഋഷി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് തപസ്സായിരിക്കാം, സാധനയായിരിക്കാം, ഇതെല്ലാം ആ മലയുടെ മുകളിലാണ്. അവിടെ ഒരു വിഗ്രഹം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ യോഗിയുടെ ശരീരം പോയതിനു ശേഷവും വിഗ്രഹം ഊർജത്തോടെ വളരെ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കും. പൂജ, മന്ത്രങ്ങൾ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന യോഗിയുടെ ജീവസമാധി, അദ്ദേഹത്തിന്റെ പത്മാസനത്തിൽ ചിന്മുദ്രയിൽ ഇരിക്കുന്ന ജീവസമാധി ആ വിഗ്രഹത്തിന് തൊട്ട് താഴെ ഉണ്ടാവും. അതിന് മുകളിൽ വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ നൗ അഗെയിൻ ദിസ് ഇസ് എ പവർഫുൾ കോൺസെഗ്രേഷൻ. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, റയറസ്റ്റ് കോൺസെഗ്രേഷൻ മെത്തേഡ്. അതാണ് നമുക്ക് പഴനിയിൽ കാണാൻ സാധിക്കുക. മുരുകന്റെ, നമ്മൾ സ്ഥാപിക്കുന്ന ദേവത എന്താണോ ആ ദേവതയുടെ, പഴനിയിൽ മുരുകനാണ്, മുരുകന്റെ സൂക്ഷ്മ ശരീരം തന്നെ അവിടുത്തെ വിഗ്രഹത്തിൽ അവൈലബിൾ ആയിരിക്കും. ആ ദേവതയുടെ യഥാർത്ഥ സൈക്കിക് ബോഡി ഓർ വി ക്യാൻ സേ പ്രാണിക് ബോഡി, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ കോൺസെഗ്രേഷൻ. ശരിക്കും നമ്മൾ മുരുകനെ പോയി കാണുന്ന പോലെയാണ്. മുരുകന്റെ എനർജി അല്ല, മുരുകനെ തന്നെ നമ്മൾ നേരിട്ട് പോയി കാണുന്ന പോലെയാണ്. ഇത് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന സിദ്ധരും എസ്പെഷ്യലി ഭോഗരും ചെയ്ത സ്പെസിഫിക് ആയ ചില സിദ്ധമുറകളുണ്ട്. മാത്രമല്ല സൂക്ഷ്മ ശരീരം തന്നെ അവിടെ ഉള്ളത് കൊണ്ട് ഏതൊരു സാധാരണ മനുഷ്യനെ പോലും മുരുകനെ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. അദ്ദേഹത്തെ ഈവൻ ദർശിക്കാൻ വരെ സാധിക്കും ഇഫ് യു ഹാവ് ദ കപ്പാസിറ്റി. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ദേവതകളുടെ സൂക്ഷ്മ ശരീരം വിഗ്രഹത്തിൽ അവൈലബിൾ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? നമ്മൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. ശിവലിംഗം, ലോകത്ത് പല സ്ഥലത്തുള്ള ശിവലിംഗങ്ങളുണ്ട്. എല്ലാ ശിവലിംഗത്തിലും ശിവന്റെ ചൈതന്യം ഉണ്ടെന്ന് പറയാൻ സാധിക്കുമോ? പല സമയത്തും ഭക്തരുടെ കണ്ണ് പോലെയാണ് അല്ലെ, അവരുടെ മനസ്സും ഇമോഷൻസും പോലെയാണ് ഓരോ വിഗ്രഹത്തിനും ഒരു ശക്തി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഞാൻ ക്ലിയർ ആയിട്ട് ടെക്നിക്കലി എല്ലാ ഇമോഷൻസും മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ, പൂജാവിധികൾ ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതൊരു വിഗ്രഹവും ഏതൊരു ശിവലിംഗവും ഒരു ചൈതന്യം ഉണ്ടാവും, ഒരു ദൈവീക ചൈതന്യം ഉണ്ടാവും. പക്ഷെ ശിവൻ തന്നെയാണ് അവിടെ ഒരു വിഗ്രഹത്തിൽ ലോക്കായിട്ട് വെച്ചിരിക്കുന്നത് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നിങ്ങൾക്കത് പോസിറ്റിവിറ്റി തരും, പ്യൂരിഫിക്കേഷൻ തരും, ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഡെഫിനറ്റ്ലി നൽകും. പക്ഷെ ശിവ ചൈതന്യമാണോ ഇത്? അതിൻ്റെ വലയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം മുഴുവൻ 180 ഡിഗ്രി ചേഞ്ച് ആവുമോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതേ സമയം നിങ്ങളൊരു ജ്യോതിർലിംഗം വിസിറ്റ് ചെയ്യൂ, ഏതെങ്കിലും ജ്യോതിർലിംഗം, നോർത്തിൽ തന്നെ പോകണമെന്നൊന്നുമില്ല, എവിടെയുണ്ട്, ഏതെങ്കിലും ഒരു ജ്യോതിർലിംഗം നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാം. ലൈഫ് എന്തായാലും അവിടെ പോകുന്നത് ആരായാലും ശരി, ഡെഫിനറ്റ്ലി അവരുടെ ലൈഫ് തിരിഞ്ഞിരിക്കും. വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻ അവരെ കാത്തിരിക്കും. കാരണം എന്താണ്? അത് ശിവ ചൈതന്യം തന്നെയാണ്. സംഹാരമൂർത്തിയുടെ ഊർജം തന്നെയാണ് ജ്യോതിർലിംഗത്തിൽ അവൈലബിൾ ആവുന്നത്. ആരും അവിടെ പ്ലാൻ ചെയ്യാൻ നോക്കുന്നില്ല, മന്ത്രങ്ങളിലൂടെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ശിവൻ ആൻഡ് ജ്യോതിർലിംഗത്തിൽ പലതും സ്വയംഭൂവാണ്. അതായത് സ്വയം അവിടെ എനർജി രൂപീകരിക്കപ്പെടുകയാണ് മറ്റൊരു വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ. അതിനു ചുറ്റുമുള്ള ക്ഷേത്രമാണ് ഓരോരുത്തർ പണിയുന്നത്, ഉള്ളിലുള്ള ലിംഗം ആരും പണിയുന്നതല്ല. അങ്ങനെയുള്ള ജ്യോതിർലിംഗങ്ങളുണ്ട്. ഇതാണ് ഡിഫറൻസ്. ഒരു ദേവതയുടെ സൂക്ഷ്മ ശരീരം ഡയറക്റ്റ്ലി അവൈലബിൾ ആവുക എന്ന് പറഞ്ഞാൽ ജ്യോതിർലിംഗം ആലോചിക്കുക. ആ ദേവതയുടെ എനർജി നമ്മൾ പല രീതിയിൽ റീക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ക്ഷേത്രങ്ങളെ നോക്കുക. രണ്ടിനും രണ്ട് പർപ്പസാണ്. നൗ പഴനിലേക്ക് വരുമ്പോൾ ജ്യോതിർലിംഗം പോലെ തന്നെയാണ്. അത് മുരുകന്റെ സൂക്ഷ്മ ശരീരമാണ്. ഇനി എങ്ങനെയായിരിക്കും മുരുകന്റെ സൂക്ഷ്മ ശരീരം പഴനിയിലെത്തിയത്? എങ്ങനെ അത് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നു? അതിനുള്ള കഥ പലരും പല വീട്ടിലും പല വേർഷനിൽ കേട്ടിട്ടുണ്ടാവും. മുരുകൻ പിണങ്ങി വരുന്നു, ഇവിടെ ഇരിക്കുന്നു, ദെൻ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു അവിടെ തന്നെ ഇരിക്കുന്നു. അതാണ് പഴനി എന്നുള്ള വളരെ ലോക്കലായിട്ടുള്ള വേർഷൻ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ വേർഷൻ നിലനിൽക്കുന്നത് ചോദിച്ചാൽ, സാധാരണ ആൾക്കാരുടെ എനർജി, ശിവലിംഗം, വിഗ്രഹം, 7 ചക്രം, സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർ ആ സ്റ്റോറി എന്തായാലും മറന്നു. പക്ഷെ അതിന് കുറച്ചൊരു പോയറ്റിക് വേർഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാവ്യാത്മകമാക്കി കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവും. അങ്ങനെ മാത്രമേ ഈ വേർഷൻ എടുക്കാൻ പാടുള്ളൂ. യഥാർത്ഥ റീസൺ മറ്റൊന്നാണ്. അതേ ദേഷ്യത്തിൽ അവിടെ നിന്ന് വരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൺട്രോളിൽ കൊണ്ടുവരുന്നത് അഗസ്ത്യമുനിയാണ്. പല സാധന കൊടുത്തുകൊണ്ട്, ഒരു തപസ് തന്നെ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു യോഗിയാക്കി മാറ്റുന്നത്, മഹായോഗിയാക്കി മാറ്റുന്നത് അഗസ്ത്യമുനിയാണ്. ആ തപസ്സിൻ്റെ ഊർജം, ആ സമയത്ത് അദ്ദേഹത്തിന് സംഭവിച്ചൊരു ജീവസമാധി. മുരുകൻ എന്ത് ജീവസമാധി ചോദിച്ചാൽ അത് ദേവതയാണ്. അവർ പല ഗെയിം കളിക്കും, നമ്മളത് മനുഷ്യൻ്റെ സെൻസിൽ എടുക്കരുത്. അതിനർത്ഥം മുരുകൻ അങ്ങനെ ഇല്ലാതായി എന്നല്ല.
ദേ വിൽ പ്ലേ ഡിഫറെൻറ്റ് ഗെയിംസ്. ഡിവോട്ടീസിന് നന്മയ്ക്ക് വേണ്ടി അവർ പല ഗെയിമുകളും കളിക്കും. അതിനെയാണ് ലീല എന്ന് പറയുന്നത്. സോ അതിൽ അഗസ്ത്യ മുനിയുടെ ഉപദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുരുകൻ തൻ്റെ സമാധി, ഏറ്റവും ഉയർന്ന യോഗ സമാധി സ്റ്റേറ്റിലെത്തിയത് പഴനിയിൽ വെച്ചാണ്. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരം മറ്റൊരു യോഗിയുടെ സമാധി അല്ല, മുരുകൻ്റെ സ്വന്തം സമാധി അവിടെ തന്നെ അവൈലബിൾ ആണ്. സമാധിയോടെ മുരുകൻ ഇല്ലാതായോ? ഇല്ല, അദ്ദേഹം കണ്ണുറന്നു, ഹീ സ്റ്റിൽ ആക്റ്റീവ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യോഗ സമാധി നില ആരംഭിച്ചിരിക്കുന്നത്, അത് ആദ്യമായി പ്ലാൻഡ് ആയിരിക്കുന്നത് പഴനിയിലാണ്. അവിടെ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതാണ് പഴനിയുടെ ബ്യൂട്ടി. നൗ ഓട്ടോമാറ്റിക്കലി ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ആലോചിച്ച് നോക്കൂ. യോഗികൾ അവരുടെ ജീവസമാധി കൊടുക്കുന്നു, അല്ലെങ്കിൽ യോഗികൾ അവരുടെ സാധന ചെയ്യുന്ന സ്ഥലം കൂടുതൽ എനർജറ്റിക് ആവുന്നു. ഇവിടെ മുരുകൻ തന്നെ യോഗ നിലയിലേക്ക് എത്തിയ സ്ഥാനമാണ് പഴനി. അവിടെ മുരുകൻ്റെ സൂക്ഷ്മ ശരീരം നാച്ചുറലി പ്ലാന്റഡ് ആണ്. നൗ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് മുരുകൻ വന്നു കഴിഞ്ഞാൽ ഇതിന് മലയ്ക്ക് ഒരു പരിധിയുണ്ട്. ലോകത്തിലെ ഏത് മലയെടുത്താലും പല എനർജികളും കണ്ടെയ്ൻ ചെയ്യാൻ മൗണ്ടൻസ് ആർ വെരി പവർഫുൾ. ഏതൊരു വിഗ്രഹത്തെക്കാളും മൗണ്ടൻസിന് സാധിക്കും. ബട്ട് സ്റ്റിൽ മുരുകനെ പോലെ അത്രയും ഇൻറ്റൻസായ ഊർജ്ജങ്ങളെ കൂടുതൽ കാലത്തേക്ക് താങ്ങി നിർത്താൻ ഒരു മൗണ്ടനും ഒറ്റയ്ക്ക് സാധിക്കില്ല. അവിടെ നമ്മൾക്ക് സപ്പോർട്ട് പോലെ ഒരു വിഗ്രഹം ആവശ്യമാണ്. യോഗികളുടെ ജീവസമാധി നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ ഒരു ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ എഫേർട്ട് ആവശ്യമാണ്. നൗ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ബോഗർ കണ്ടുപിടിച്ച വഴിയാണ് നവപാഷാണം. അല്ലാതെ വേറൊരു വഴിയുമില്ല. നോർമലി ഒരു മെറ്റൽ ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മുരുകനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കില്ല. അത് ഉഗ്രമൂർത്തിയാണ്, ശിവന്റെ അംശമാണ്, ശിവന്റെ സ്വന്തം മകനാണ്, ശിവൻ തന്നെയാണ്. പക്ഷേ ശിവനേക്കാളും ഒരു പടി മുകളിലാണെന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് കാർത്തികേയൻ, അതാണ് മുരുകൻ. അദ്ദേഹത്തിൻ്റെ എനർജി സൂക്ഷ്മ ശരീരം ലോക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ വിത്ത് കോമൺ മെറ്റൽ. അവിടെയാണ് നമ്മൾ രസവൈദ്യം ഉപയോഗിച്ചുകൊണ്ട് നവപാഷാണം ക്രിയേറ്റ് ചെയ്യുന്നതും അതുവഴി നവപാഷാണ വിഗ്രഹം അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് മുരുകൻ്റെ വിഗ്രഹം അവിടെ വരുന്നത്. നൗ മുരുകൻ സമാധിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരം എന്താണോ അത് ആ വിഗ്രഹത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ചെയ്തിരിക്കുന്നത് ആരാ? ബോഗറാണ്, ആരോ ഒരാളല്ല. ഇങ്ങനെയാണ് അവിടെ പഴനി സ്ഥാപിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് മുരുകൻ്റെ സൂക്ഷ്മ ശരീരം അവിടെ അവൈലബിൾ ആവുന്നത്. ഫൈനലി എങ്ങനെയാണ് ഇനി സാധാരണ മനുഷ്യർക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുക? ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. പഴനിയിൽ പോയിട്ടുള്ളവർ ഒന്നുകൂടെ മെൻ്റലി ആ യാത്ര നടത്തുക. ഞാനിപ്പോൾ പറയുന്ന മെത്തേഡ് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ ആദ്യമായിട്ട് പടി കയറാൻ നിൽക്കുന്നു, മല കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഫസ്റ്റ് എന്താണുള്ളത്? ഗണപതി. അവിടെ ചിലർ തേങ്ങ ഉടയ്ക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥന എന്താ? എനിക്ക് വിജയകരമായി മല കയറി ഇറങ്ങാൻ സാധിക്കണേ, എനിക്ക് മുരുകനെ കണ്ടിറങ്ങാൻ സാധിക്കണേ, യാതൊരു വിഘ്നങ്ങളും ഉണ്ടാവരുതേ. അതിനാണ് അവിടെ ഗണപതി ഉള്ളൂ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അതല്ല അത് സ്ഥാപിച്ച ആൾക്കാരുടെ ഉദ്ദേശം. ഗണപതി എന്ന് പറയുന്നത് റൂട്ട് ചക്രയുടെ, മൂലാധാര ചക്രത്തിൻ്റെ അധിപതിയാണ്. ഹീസ് ദ ഡയറ്റി ഓഫ് മൂലാധാര ചക്ര. പഴനി എന്ന് പറയുന്നത് നിങ്ങളുടെ 7 ചക്രങ്ങളെയും ശുദ്ധീകരിക്കാനും അതിനെ വേണമെങ്കിൽ എനർജൈസ് ചെയ്യാനും, ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ അതിനെ എനർജറ്റിക് ആയിട്ടൊരു ആക്ടിവേഷനിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നൊരു മൗണ്ടനാണ്. വെറുതെ ഒന്നുമല്ല അവിടെ നവപാഷാണ വിഗ്രഹം വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ കോമൺ ടെമ്പിൾ. സോ അവിടെ വിഘ്നങ്ങളില്ലാതെ കയറണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള റീസൺ, വിഘ്നങ്ങളില്ലാതെ നിങ്ങളുടെ ഊർജങ്ങൾ മുകളിലേക്ക് പോകണമേ എന്നർത്ഥമാണ്. ഇത് കാവ്യാത്മകമല്ല, ഇത് റിയൽ ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ പലരും വിചാരിക്കുന്നത് എനിക്ക് കയറി ഇറങ്ങാൻ പറ്റണേ, ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാവരുതേ എന്നുള്ളൊരു വളരെ ചുരുങ്ങിയ പ്രാർത്ഥനയിൽ ആൾക്കാർ എത്തിപ്പോയി. അതല്ല ഉദ്ദേശം. ഇതിനു ശേഷം നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലരും അതിനെ നേരത്തെ പറയാറുണ്ട്, പഴനിയിലേക്ക് പോകുന്നതിന് മുൻപ് അതിന് ചുറ്റുമുള്ള ഗുഹകളെ വിസിറ്റ് ചെയ്യൂ. ബോഗർ സിദ്ധരുടെ ഗുഹ ആ ഒരു പ്രദേശത്തുണ്ട്. അതുപോലെ മറ്റ് പണ്ടത്തെ പല സിദ്ധരുടെയും ഗുഹകൾ അവിടെ അവൈലബിൾ ആണ്. പല മറ്റ് മൂർത്തികളുടെ അവൈലബിൾ ആണ്. ശിവന്റെ ഉണ്ട്, നന്ദിൻ്റെ ഉണ്ട്, അങ്ങനെ പലതുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടേ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും, എസ്പെഷ്യലി ബോഗരെ കണ്ടിട്ട്. കാരണം എന്താ? ബോഗർ സിദ്ധർ അതൊരു സിദ്ധനാണ്, അതൊരു സിദ്ധരാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഇറ്റ്സ് എ യോഗ പ്രതിഷ്ഠ. നിങ്ങൾക്ക് സാധന ചെയ്ത് പരിചയമുള്ള ഒരു ഊർജ്ജമുണ്ടെങ്കിൽ, ഇപ്പോൾ 2-3 വർഷമായി കണ്ടിന്യൂസ്ലി സാധന ചെയ്യുന്ന ആൾക്കാരുടെ ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാച്ചുറലി ബോഗറുടെ ആ എനർജിക്ക് റിസപ്റ്റീവ് ആയിരിക്കും. നിങ്ങൾ അവിടെ പോയാൽ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന ചക്രങ്ങളാണ് വിചാരിക്കും. എല്ലാവർക്കും അടഞ്ഞാണ് കിടക്കുന്നത്. സാധന ചെയ്യുന്നവർക്ക് ദർ ഇസ് എ പോസിബിലിറ്റി ബോഗറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് തരും. അദ്ദേഹത്തിൻ്റെ ഫോഴ്സ് കാരണം നിങ്ങളുടെ പ്രാണിക് എനർജി ഒരു ഷോക്കിലൂടെ കടന്നു പോകും.
ഇപ്പോൾ ഈ താൽക്കാലികമായിട്ട് ഹൃദയം നിന്ന് പോകുന്ന ആൾക്കാർക്ക് ഷോക്ക് കൊടുക്കാറുണ്ട് അല്ലേ, മെഡിക്കലി ഒന്ന് കൊടുത്തിട്ട് അവരെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാറുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രാണിക് ബോഡിയിലേക്ക് കിട്ടുന്ന ഷോക്കാണ് പഴനിയിൽ ചുറ്റുമുള്ള ചില ഗുഹകൾ, ചില പ്രതിഷ്ഠകൾ. ആ ഷോക്ക് കിട്ടുമ്പോഴാണ് നിങ്ങളുടെ പ്രാണിക് ബോഡി ഒന്ന് പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ആവുന്നത്, ഒന്ന് റീആക്ടിവേറ്റ് ആവുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഉണരും, സാധകർക്ക് നന്നായിട്ടൊന്ന് തരിക്കും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരെ മേലോട്ട് പോലല്ല. ഫസ്റ്റ് യു ഹാവ് ടു ഗിവ് ദ ഷോക്ക്. ആദ്യം ഗണപതിയെ കണ്ട് മൂലാധാരം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു, രണ്ടാമതൊന്ന് ഷോക്ക് കൊടുക്കുന്നു, എന്നിട്ടാണ് നമ്മൾ മല കയറുക. ഈ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മലയ്ക്ക്, എല്ലാ മലകൾക്കും എന്തുകൊണ്ടാണ് മുകളിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാരണമുണ്ട്. നമ്മൾ താഴ്ന്ന് നടന്ന് മേലെ എത്തുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വൾണറബിൾ ആവും. ശരിയല്ലേ? ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇപ്പോൾ ഈ ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രാണിക്കലി ഓൾസോ യു ആർ വെരി വൾണറബിൾ. വൾണറബിൾ പറഞ്ഞാൽ എന്താ? നിങ്ങൾ മേലെ എത്തുമ്പോഴേക്കും കിതയ്ക്കുന്നു അല്ലേ, ലങ്സ് എല്ലാം നല്ല ഓപ്പൺ ആയിരിക്കും, ഹൈ ഓക്സിജൻ സപ്ലൈ ഉണ്ടാവും, ബ്ലഡ് റഷിങ് ആയിരിക്കും, ബ്രെയിനൊക്കെ നല്ലോണം ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടാവും, പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്നിരിക്കുന്നുണ്ടാവും. നിങ്ങൾ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി പറ്റാത്ത ആൾക്കാർ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പലരും പഴനി മേലെ കയറുന്നത് കണ്ടിട്ടുള്ളത്. നെവർ റെസ്റ്റ്. വയ്യാത്തവരാണെങ്കിൽ, വയസ്സായ ആൾക്കാരാണെങ്കിൽ ഓക്കെ, യങ്ങായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും എവിടെ നിൽക്കരുത്, ഒന്നും കഴിക്കരുത്. മിനിമം 2 മണിക്കൂറുടെ എംപ്റ്റി സ്റ്റൊമക്ക് ആവശ്യമാണ്. എന്നിട്ട് ഒരൊറ്റ നടത്തം തിരിഞ്ഞോക്കരുത്. നെവർ റെസ്റ്റ് എനിവേ. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ക്ഷീണം ഇമ്പോർട്ടൻ്റ് ആണ്. യു ആർ വൾണറബിൾ നൗ. വളരെ വൾണറബിൾ ആണ്. നിങ്ങൾക്ക് ഏതൊരു എനർജിയെയും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീക്ക് എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾ ഓപ്പൺ ആണ്. ഇപ്പോൾ രോഗങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? വെൻ യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് വൾണറബിൾ എന്ന് പറയും. ഇമ്മ്യൂണിറ്റി കുറച്ച് വൾണറബിൾ ആയിക്കഴിഞ്ഞാൽ, ഒന്ന് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഏത് ബാക്ടീരിയാസിനും വേണ്ടി പ്രവേശിക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ബാക്ടീരിയ അല്ല, യു ഹാവ് ടു ബി വൾണറബിൾ ഫോർ ദ എനർജി. അതിനാണ് മലകൾ, അതിനാണ് മേലെ സ്ഥാപിക്കുന്നത്. അതിനാണ് ഒരു നോർമൽ മനുഷ്യന് ഏറ്റവും ഡിഫിക്കൽട്ടായ സ്ഥലങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ പ്രതിഷ്ഠകൾ നടക്കുന്നത്. അല്ലാതെ ചുമ്മാ നടന്നെത്തിയ സ്ഥലങ്ങളിൽ അങ്ങനെ വെക്കാറില്ല. ഈ വൾണറബിലിറ്റി എങ്കിലും അവിടെ വേണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ നടന്ന് മുകളിലെത്തുമ്പോൾ യു ആർ ഫിസിക്കലി, മെൻ്റലി, പ്രാണിക്കലി യു ആർ ഓപ്പൺ. ഇതിലൂടെ നിങ്ങൾ ആ വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗോയിങ് ടു മിസ് ഇറ്റ്. വിഗ്രഹത്തിൻ്റെ പ്രാണൻ എന്താണോ, അതിൻ്റെ എനർജി എന്താണോ, മുരുകൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രകമ്പനം, അതിൻ്റെ ശക്തി, അതിൻ്റെ അഗ്നി എന്താണോ, അതിൻ്റെ ചൂട് നിങ്ങളുടെ മുഴുവൻ ശരീരവും അനുഭവിച്ചിരിക്കും. യു കനോട്ട് റെസ്ട്രിക്റ്റ് ഇറ്റ്. റെസ്റ്റ് എടുത്ത് വന്ന് ഇത് നടക്കില്ല. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞത് ഏറ്റവും ഈസിയസ്റ്റ് വഴിയാണ്. 3 കാര്യങ്ങൾ. ഗണപതിയെ പ്രോപ്പറായിട്ട് കാണുക, ചുറ്റുമുള്ളത് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. നിങ്ങൾ സാധന ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും കാണുക, മീൻസ് വിസിറ്റ് ചെയ്യുക. ദെൻ നിർത്താതെ ഒരൊറ്റ നടത്തം മേലേക്ക്. നവപാഷാണ വിഗ്രഹം ദർശനം. എവിടെയാണ് അത് എക്സാക്ട്ലി? നവപാഷാണ പല ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട്. ഇതല്ല, അതാണ്, ഇതാണ്. എന്തിനാ റിസ്ക് എടുക്കണം? എല്ലാവിടേക്കും പോകും. ദെൻ അവിടെ ഈഫ് പോസിബിൾ നവപാഷാണ വിഗ്രഹത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആരാധന രീതിയുണ്ട്. ലൈക്ക് ഇപ്പോൾ അഭിഷേകങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അവിടുത്തെ രീതികൾ ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് അത് കൺസ്യൂം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ വളറബിലിറ്റിയിൽ അത് ഏറ്റവും ബെസ്റ്റ് കാര്യമാണ്. നവപാഷാണത്തിലൂടെ വരുന്ന അഭിഷേകങ്ങൾ ഏറ്റവും ഉത്തമമാണ്. നോട്ട് ജസ്റ്റ് ഫോർ ഹെൽത്ത്, ഓൾസോ ഫോർ യുവർ പ്രാണിക് ബോഡി. സാധന ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ 7 ചക്രത്തിനും ഇത് ഹൈലി ബെനിഫിഷ്യൽ ആണ്. ഒരു സിദ്ധ മെഡിസിൻ എടുക്കുന്ന പോലെ 7 ചക്രങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നൗ ദിസ് ഈസ് ദ റിയൽ സീക്രട്ട്. നൗ പറഞ്ഞ പോലെ പല തിയറീസ് നിലനിൽക്കുന്നുണ്ട്. ചിലർ പറയുന്നു നമ്മളിപ്പോൾ ഗർഭഗൃഹത്തിൽ കാണുന്ന ഡയറ്റി നവപാഷാണ വിഗ്രഹമല്ല, അത് റീപ്ലേസ് ചെയ്തു, സീക്രട്ട്ലി അതിനെ മാറ്റിയിട്ടുണ്ട്. കാരണം പല അഭിഷേകം ചെയ്തിട്ട് എറോഷൻ സംഭവിക്കുന്നു. അങ്ങനൊരു പ്രശ്നം എല്ലാ ഐഡിയൽസിനും ഉണ്ട്, എസ്പെഷ്യലി നാച്ചുറൽ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ മാറ്റിയെന്ന് പറയുന്നു. ചിലർ പറയുന്നു അങ്ങനെ ആ നവപാഷാണ വിഗ്രഹത്തിൽ നമ്മൾ അഭിഷേകം ചെയ്ത് കൺസ്യൂം ചെയ്താൽ സേഫ് അല്ല, ടോക്സിക് ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആരും അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഇതൊക്കെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള തിയറികളാണ്. ഒഫീഷ്യലി പറയുന്നത് നവപാഷാണ വിഗ്രഹം തന്നെയാണ്, ഭക്തർ കാണുന്നത് സെയിം തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷെ പ്രസാദമായിട്ട് പഞ്ചാമൃതമാണ് തരുന്നത്. അഭിഷേകങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറില്ല ഒഫീഷ്യലി. എഗെയിൻ ഈ പേടി കൊണ്ടായിരിക്കാം, ടോക്സിക്കിൻ്റെ ഒരു പേടി കൊണ്ടായിരിക്കാം. ബട്ട് വി ഡോണ്ട് നോ. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഭോഗരായാലും സിദ്ധ ട്രഡീഷനിൽ പറയുന്നുണ്ട് നവപാഷാണത്തിൽ ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് നമ്മളതിൽ വിഷം ഒഴിച്ചാലും പ്യൂരിഫൈഡ് ആയിട്ട് ആ സാധനം പുറത്തോട്ട് വരുള്ളൂ. അതിൻ്റെ അഭിഷേകം കഴിഞ്ഞ് വരുന്ന ഫൈനൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് പ്യൂരിഫൈഡ് ആയിരിക്കും. ഈ വിശ്വാസമുണ്ട്. പക്ഷേ
അന്നത്തെ സിദ്ധ പ്രാക്ടീസും അന്നത്തെ മുറകളും ഇന്ന് നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയുന്ന അറിവുകളും വലിയ വ്യത്യാസമുണ്ട്. ഒരു വലിയ കടലും ഒരു ചെറിയ ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമാണ് അന്നത്തെ സിദ്ധ ട്രഡീഷനും ഇന്നത്തെ സിദ്ധ ട്രഡീഷനും. സോ അറിയാത്തൊരു കാര്യം അറിയുന്ന പോലെ ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് ആക്ച്വലി ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാവാം അവരത് ചെയ്യാതിരിക്കുന്നതും. ബട്ട് എന്നിരുന്നാലും ആ ഒരു വിഗ്രഹം ഇപ്പോഴും ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ നമ്മളിപ്പോൾ കാണുന്നത് അതുതന്നെയാണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. ആ റേഡിയസിൻ്റെ അടുത്തെത്തിയാൽ മതി. കാണാൻ നിർബന്ധമൊന്നുമില്ല. ആ റേഡിയസിൻ്റെ അടുത്തെത്തിയാൽ തന്നെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ആ പറഞ്ഞ ഒരു ഡയറക്റ്റ് 7 ചക്ര സ്റ്റിമുലേഷൻ മസ്റ്റായിട്ടും സംഭവിച്ചിരിക്കും. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ മുരുകനെ കാണണം എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് ഒന്ന് വളരെ വൾണറബിൾ ആയിട്ട് ആ വിഗ്രഹത്തിൻ്റെ മുൻപിൽ നിൽക്കൂ. ഈ പറഞ്ഞതിൻ്റെ നേരിട്ടുള്ള അനുഭവം കിട്ടും. മറ്റൊരു പ്രിക്കോഷൻ പറയാനുള്ളത്, ചുമ്മാ കേട്ടിട്ട് ഇത് കള്ളമാണ്, ഇത് സത്യമല്ല, ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്നതിനേക്കാളും ആത്മീയതയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്വയം പോയിട്ട് അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണ്. സോ ഇഫ് പോസിബിൾ ഉടനെ തന്നെ പഴനിയിലേക്ക് പോവുക. ഈ പറഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുക.